ഞങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ തിരക്ക് പിടിച്ചു പോകുന്നത് എങ്ങോട്ടാന്ന് മനസ്സിലായോ? വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ സ്വന്തം ഷാപ്പിലേക്കാണ്. ഈ ഷാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ വെള്ളടിക്കുന്നതല്ല കേട്ടോ, നമ്മളെ ഫുഡൊക്കെ കഴിക്കുന്ന കോഴിക്കോടുള്ള ഫേമസ് ആയ ഷാപ്പിലേക്കാണ്. ഇവിടെ വരണം വരണം എന്ന് ഞാൻ കുറെ ആയി വിചാരിക്കുന്നു. പക്ഷെ ഇവരൊക്കെ പോവാൻ പ്ലാൻ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു ഞാനില്ലാതെ പോവാൻ പാടില്ല പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഷാപ്പിലേക്ക് എത്തി. പിന്നെ ഈ ചേട്ടൻ ഈ തല്ലിക്കൊണ്ട് നിൽക്കുന്ന സാധനമാണ് ഇവിടുത്തെ എന്തോ മാങ്ങ ഇടിച്ചത്. ഇത് അഡാറായിട്ടാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ സ്റ്റാർട്ടറിൽ തന്നെ ഓർഡർ ചെയ്തത്. പിന്നെ ഇവരുടെ ഒരു പ്രസന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഓരോ ഐറ്റം സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വായിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരും. അത്രക്കും അടിപൊളിയായിട്ട് ഇവരെ പ്രസന്റേഷൻ, അത് കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നും. നിങ്ങളെയും കൂടെ ഒന്ന് കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഞാൻ ഈ വീഡിയോ ഇവിടെ എന്തായാലും ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. വായിൽ കണക്കിയ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ആ ഹട്ടാറ് സാധനം. പിന്നെ ഈ തൂക്കിയിട്ടേക്കുന്നത് എന്താണ് പേരെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തോ ചെമ്മീൻ തൂക്കിയിട്ടതാണ്. സംഭവം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കല്ല ഇത് അടിപൊളി സാധനമാണ്. ഇപ്പൊ ഈ ചേട്ടൻ ഇങ്ങനെ കുനുകുനാന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സാധനം എന്തോ ടൈപ്പ് ബീഫ് വളർത്തിയതാണ്. എന്ത് ബീഫാന്ന് അറിയില്ല, എന്തോ തവ ബീഫ് എന്തോ ആണ്. ഇതൊരു അടാറായിട്ടാണ്. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. രണ്ടാമത് കഴിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചായിരുന്നു, പക്ഷെ വേറെ കുറെ ഐറ്റംസ് ബാക്കിൽ വരുന്നത് കൊണ്ട് നമ്മൾ ഇതോടും കൂടെ ഈ ഒരു ഐറ്റം സ്റ്റോപ്പ് ചെയ്തു. നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് എന്തായാലും ഈ സാധനം ഒന്ന് ഓർഡർ ചെയ്യും സ്റ്റാർട്ടറായിട്ട്. നിങ്ങൾ ഇതുവരെ ഷാപ്പിൽ പോയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യണം. തവ ബീഫാണ് ഇത്, മസ്റ്റ് ഐറ്റമാണ് ഷാപ്പിലുള്ള. അത്രയ്ക്കും ഒരു അടാറായിട്ടാണ്. ആ സ്റ്റവിൽ നിന്ന് തന്നെ ആ ഒരു ഇത് ഫ്ലെയിംസ് ഇങ്ങനെ പോകുന്നുണ്ട്. അത് വർക്കിംഗ് ആണ്, കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ തന്നെയാണ് നമുക്ക് ഈ സാധനം ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പ്ലേറ്റിൽ അവരെന്നെ സെർവ് ചെയ്യും. പിന്നെ ഈ കാണുന്ന ഐറ്റം, ആ കലത്തിലുള്ള ഐറ്റാണ് നമ്മളെ പാൽക്കപ്പ. എന്റെ പൊന്നി, ഞാൻ ഫസ്റ്റ് ടൈമാണ് പാൽക്കപ്പ കഴിക്കുന്നത്. എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആദ്യം. ഇത് കണ്ടപ്പോൾ അത്ര വലിയ ഇംപ്രഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. കഴിച്ചു തുടങ്ങിയപ്പോഴാണ് ചട്ടി വരെ ഞാൻ ലാസ്റ്റ് വടിക്കുന്ന വീഡിയോ ഉണ്ട്. അത് ഞാൻ പക്ഷെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല. കാരണം ആ ഒരു ചെമ്പല്ല ആ ഒരു കലം, അത് ഞാൻ വടിക്കുന്ന വീഡിയോ ഉണ്ട് ഇതിൽ. പക്ഷെ അത് ആഡ് ചെയ്യില്ല കേട്ടോ. പിന്നെ ഇതിന്റെ കൂടെ മിക്സ് ചെയ്യുന്ന നമ്മളുടെ ബീഫ് റോസ്റ്റ് ആണ്. അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ, എന്റെ പൊന്നോ, ഒരു അടാറ് സാധനമാണ്. അവര് മിക്സ് ചെയ്യുന്നുണ്ടോ, എന്ത് ടേസ്റ്റുള്ള സാധനമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ പാൽക്കപ്പ കഴിച്ചിട്ടില്ലെങ്കിൽ കോഴിക്കോടുള്ള നമ്മുടെ ഷാപ്പിൽ പോയിട്ട് ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ചെമ്മീനും ഇതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങള് കലത്തിലുള്ള ഈ ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത്. അതിൽ കുറെ ഐറ്റംസ് ഉണ്ടായി. നെയ്ച്ചോറ് ചട്ടിച്ചോറ് ഓർഡർ ചെയ്തത്. പിന്നെ ഈ കോരി ഇട്ടുകൊണ്ടിരിക്കുന്ന സാധനം ഞണ്ട് റോസ്റ്റ് ആണ്. അട്ടാറ് സാധനമാണ്. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം വന്നിട്ടിരിക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ചോറാണ്. ഈ എന്താ പറയണ്ടത്, നെയ്ച്ചോറിന്റെ അകത്ത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഇതെന്താ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ചിക്കനാണ്. ചിക്കൻ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വറുത്തരച്ച ഒരു ടേസ്റ്റാ വരുന്നത്. പിന്നെ കണ്ടോ എന്തൊക്കെ ഐറ്റംസ് ആണ്. നിങ്ങക്ക് കൊതി വന്നോ നാവില്? ഓരോ ലംടി പോരട്ടെ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡെസേർട്ടിലോട്ടേക്കും ഡ്രിങ്ക്സിലോട്ടേക്കും ഞങ്ങൾ ട്രൈ ചെയ്ത്. ഇതെന്തോ ചക്ക മാങ്ങ തേങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ഐറ്റം ആണ്. കറക്റ്റ് പേരറിയുന്നവർ കമന്റ് ചെയ്യുക. ഇത് അവിടുത്തെ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. വെൽക്കം ഡ്രിങ്കിൽ വരുന്ന ഐറ്റം ആണ് ഇത്. ചക്ക മാങ്ങ തേങ്ങ അങ്ങനെ എന്തോ ആണ്. ഇപ്പൊ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഈ ചേട്ടൻ എല്ലാം കൂടെ ഒരു കുലുക്കലുണ്ട്. ആ കുലുക്കലാണ് സാറേ, നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്ക്. ദേ എടുത്ത് ഹോം ക്രീം കുട്ടിച്ചാത്താന്ന് പറയുന്ന പോലത്തെ ഒരു കുലുക്കലാണത്. പിന്നെ നമ്മൾ ആ സ്ട്രോയോടും കൂടെ ഇതിങ്ങനെ ചെരിച്ചിട്ട് വേണം കേട്ടോ കുടിക്കാൻ. നല്ല ടേസ്റ്റ് ആണ്. പിന്നെ അടുത്ത സാധനം വന്നു. അടുത്ത സാധനം ഈ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ബോളിയും പായസമാണ്. ബോളിയും പായസവും ഞാൻ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോകുന്നത്. പല തവണയായിട്ട് വിചാരിക്കുന്ന കാര്യമാണ് ഈ ബോളിയും പായസം. ഇത് നമ്മളെ സൗത്ത് അല്ല, സൗത്ത് ആണോ എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മളുടെ തെക്കന്മാര് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണല്ലോ ഇത്. നമ്മളെ ഈ മലബാർ സൈഡിൽ അത്ര ഇത് ഇല്ല, പക്ഷെ ഇത് ഇവരുടെ മെനുവിലുണ്ട്. ഇത് നിങ്ങൾ ഇതുവരെ ബോണിയും ആ പായസവും കുടിച്ചിട്ടില്ലെങ്കിൽ അതും ട്രൈ ചെയ്യാം. ബില്ല് കണ്ടപ്പോ എല്ലാവർക്കും സന്തോഷമായി. എന്റെ മനസ്സിൽ നിന്നെല്ലാം നിറഞ്ഞു.